നമ്മൾ ഈ മുയലിൻ്റെ കൂട്ടിൻ്റെ അടിയിലാണ് വിരിയിച്ച കോഴിക്കുഞ്ഞുങ്ങളെയും താറാവിനെയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ബൾബൊക്കെ സെറ്റാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ മുയലുകളാണെങ്കിൽ കൃത്യമായിട്ട് സ്ഥലം നോക്കി വെച്ചു എന്ന് പറഞ്ഞ പോലെ ഈ ബൾബിൻ്റെ മുകളിൽ അല്ലെങ്കിൽ ഈ കോഴികളുടെ പുറത്ത് ഇങ്ങനെ മാത്രമേ മൂത്രം ഒഴിക്കത്തുള്ളൂ. അപ്പോൾ എന്തായാലും ഇന്ന് രണ്ടുപേർക്കും നമ്മൾ ഒരു പ്രൊട്ടക്ഷൻ ഷീൽഡൊക്കെ സെറ്റാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. ഈ ബൾബിൻ്റെ മുകളിൽ ഇങ്ങനെ ലാമ്പ് ഷെയ്ഡായിട്ട് ഇടാൻ വേണ്ടിയിട്ട് ഒരു വട്ടത്തിലുള്ള കാർഡ്ബോർഡ് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് സെൻറ്ററിൽ ഒരു കുഞ്ഞ് ഓട്ടയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ സൈഡിൽ ഇങ്ങനെ ഗ്ലൂ ഗണ്ണ് വെച്ചൊക്കെ ഒട്ടിച്ചിട്ട് ഒരു ലാമ്പ് ഷെയ്ഡ് പോലെ ഒരു രൂപത്തിലാക്കി സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. ഇത് മാത്രമാണെങ്കിൽ 5-6 ദിവസം നനയുമ്പോഴത്തേക്കും ഇതിൻ്റെ പരിപാടി കഴിയുകയും ചെയ്യും. പിന്നെ കോഴികൾ ഇതിൻ്റെ അടിയിലിരുന്നാണ് ഉറങ്ങുക, അവർക്ക് എന്തായാലും നനയുകയും ചെയ്യും. അപ്പോൾ ഞാൻ വെച്ചു അതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ നമ്മുടെ ബാഗിൻ്റെ കൂട്ടത്തിലൊക്കെ വരുന്ന ഒരു തെർമോക്കോൾ പോലത്തെ ഒരു ഷീറ്റ് വരാറില്ലേ, ഇതിലാകുമ്പോൾ വെള്ളം വീണാൽ കുഴപ്പമില്ല. അപ്പം നേരെ ഇതിൻ്റെയും സെൻറ്റർ ഭാഗം ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ചെറിയൊരു ഹോള് പോലെയൊക്കെ നടക്ക് ഇങ്ങനെ സെറ്റാക്കിയിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് അതും സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മിക്കവാറും സമയങ്ങളിലൊക്കെ കോഴിക്കുഞ്ഞുങ്ങൾ ഈ ഒരു ലാമ്പിൻ്റെ അടിയിൽ തന്നെയാണ് ഇരിക്കാറ്. പിന്നെ നമ്മളിങ്ങനെ ഇരുന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ട് ഒരു കമ്പി സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്, അതും ഇതിൻ്റെ അടിഭാഗത്തായിട്ട് തന്നെയാണ് വരുന്നത്. അപ്പോൾ ഷെയ്ഡൊക്കെ സെറ്റാക്കി ഞാനത് പൊസിഷനൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് സെറ്റാക്കി കൊടുക്കാൻ കാത്തിരുന്നു എന്ന് പറഞ്ഞ പോലെ മേളിൽ നിന്ന് മുയൽ ഇങ്ങനെ മൂത്രമൊഴിക്കുന്നുണ്ട്.